ലേഡീസ് ആൻഡ് ജെന്റിൽ മലയാളീസ്, ചച്ചുവിന് എന്ത് പറ്റി? വിജയരാഘവൻ്റെ എന്ത് സീക്രറ്റാണ് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്? കിട്ടിയ മൃതദേഹം വരുൺ പ്രഭാറിൻ്റേതാ? അത് ഈ സിനിമയല്ല, അത് ദൃശ്യമായിരുന്നു, സോറി. കിട്ടിയ മൃതദേഹം ചച്ചുവിൻ്റേതാണോ? എല്ലാം നമുക്ക് ഈ എപ്പിസോഡിൽ കണ്ടറിയാം. അടുത്ത വെല്ലോടുകൂടി നാടകം ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഓക്കെ, കുറേ ഹിസ്റ്ററി, കുറേ മിസ്റ്ററി ഉണ്ട്. എന്താണെന്ന് കുറേ ഡോട്ട്സ് അവിടെ ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കണക്ട് ചെയ്യുക, ഈ എപ്പിസോഡ് ഇതിൽ കണക്ട് ചെയ്യുമെന്ന് തോന്നുന്നു. സസ്പെൻസ് ആണ്, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് സ്റ്റോറിക്ക്. So let's see. Without any further ado, let's get into it. Okay. Oh, കൊരങ്ങനാണോ? റിസർവ് ഫോറസ്റ്റ് ഇവിടെ അടുത്താണല്ലേ? റിപ്പോർട്ട് വരട്ടെ. റിപ്പോർട്ട് വന്നു. അതിൻ്റെ ഒരു കാര്യം കൂടി പറയാനാണ് ഞാൻ ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്. ഇതിപ്പോൾ പോലീസ് കൂടി ഇടപെടും. ആംസ് ആക്ടിൻ്റെ വകുപ്പിൽ വരുന്നതായതുകൊണ്ട്. ആംസ് ആക്ട്? അച്ഛൻ്റെ ആ തോക്ക് മിസ്സിങ് കേസിൻ്റെ സ്ഥിതി ഇപ്പം എന്താ? വെള്ളച്ചേട്ടൻ ജോയിക്ക് സ്ഥലം വിറ്റത് 2 കൊല്ലം. Something is off. Oh my god, that scared me. ഈ ഹൊറർ ഫിലിം ആവാണല്ലോ. കോസ് ഓഫ് ഡെത്ത് ബുള്ളറ്റ് ഇഞ്ചുറി. ബുള്ളറ്റോ? സ്ഥലത്തിന്റെ ഓണർ എന്താ പറയുന്നത്? അയാളെ കഥയ്ക്ക് പുറത്താ. പുള്ളി നമ്മുടെ കയ്യിൽ നിന്ന് സ്ഥലം വാങ്ങിയത് 2 കൊല്ലം മുൻപാ. ഈ കിട്ടിയ പരമിൻ്റെ റിമൈൻസിന് 3 കൊല്ലം പഴക്കമുണ്ട്. ഓക്കെ, ഇത് ശരിക്കും ഒരു ഹൊറർ മൂവിയാവാ. ബുള്ളറ്റ് ഇഞ്ചുറി, എന്ത് ബുള്ളറ്റ് ഇഞ്ചുറി വേണമെങ്കിലും ആവാമല്ലോ. വേട്ടക്കാരുടെ ബുള്ളറ്റ് ആവാം. ഈ കണ്ണിൻ്റെ സ്പെസിഫിക് ബുള്ളറ്റ് വൂണ്ടാകുന്ന എക്സിറ്റ് വൂണ്ടുണ്ട്. കുരങ്ങൻ്റെ ബോണിലെ പാച്ച് വെച്ചിട്ട് .32 കാലിബർ ബുള്ളറ്റ് ആവാന്നാണ്. ഓ, അതവർക്ക് മെഷർ ചെയ്യല്ലേ? അതിന് മേലെ നിങ്ങൾ പറഞ്ഞ അപ്പുപിള്ളയുടെ ഫയർ ആൻഡ് മിസ്സിംഗ് കേസിൽ എന്താ സ്ഥിതി? അപ്പുപിള്ളയുടെ .35 ആണ്. പാവാം. ഞാനിവിടെ SHO ആയിരുന്ന കാലത്താ അപ്പുള്ള പണ്ട് ഗൺ ലൈസൻസിന് അപ്ലൈ ചെയ്ത്. എവിടെയായിരുന്നു കക്ഷി? ആ ചെക്കൻ അടിച്ചിറക്കിയ കഥയൊക്കെ സിനിമ സ്റ്റൈലാണ്. പറഞ്ഞ കഥയും കിട്ടിയ സ്ഥലവും തമ്മിൽ യാതൊരു കണക്ഷനും ഇല്ല. പിന്നെ 3ാമത്തെ തവണ, അതായത് ഈ ലാസ്റ്റ് പോക്ക് മിസ്സിംഗ് ആണെന്ന് ആദ്യം കേട്ടപ്പോൾ വട്ട് ചെക്കൻ പിന്നെ ഇറങ്ങി എന്നുള്ള മട്ടായിരുന്നു എല്ലാവർക്കും. അതുകൊണ്ട് ആരും തപ്പിപ്പോയില്ലെന്നാണോ? അല്ല, അങ്ങനെ മാക്സിമം നോക്കിയിരുന്നു സാർ. ചച്ചുവിൻ്റെ വയസ്സുള്ള കുട്ടിയെ അന്ന് രാത്രി പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ വെച്ച് കണ്ടവരുണ്ടായിരുന്നു. അന്ന് തന്നെ രാത്രി ഒരു 2 മണിയോടുകൂടി പൊള്ളാച്ചിയിലും. My God. സ്കൂള് വിട്ട് വീട്ടിൽ പോണ്ടേ? അങ്ങനെ പറയാനേ. എന്താ ഇടപാട്? അച്ഛൻ കാറെടുത്തില്ലേ? പെട്രോളില്ല. പെട്രോൾ ഞാൻ ഇന്നലെ അടിച്ചു വെച്ചാ. ആ, എന്നാ അച്ഛൻ കയറും, ഞാനും വീട്ടിലേക്കാണ്. ആ പറമ്പിൽ നിന്ന് കുരങ്ങിനെ കിട്ടിയ കേസ് ഇപ്പോൾ ഫോറസ്റ്റ് വിജിലൻസ് അന്വേഷിക്കുന്നത്. അച്ഛൻ അറിഞ്ഞിരുന്നു? എന്നെ ആരും അറിയിച്ചിട്ടില്ല. എൻ്റെ പറമ്പിൽ നിന്നല്ല കിട്ടിയത്. ഓണറെന്ത് പറഞ്ഞു? സ്ഥലത്തിന് ഓണറോ? വേറെ ഇവിടെ ആരാ ഓണറ്? അല്ല, ജോയ് സാർ ആ സ്ഥലം നമ്മുടെ നിന്ന് വാങ്ങിയിട്ട് ഇപ്പോൾ 2 കൊല്ലമല്ലേ ആയിട്ടുള്ളൂ. ഈ കിട്ടിയ സാധനത്തിന് 3 കൊല്ലം പഴക്കമുണ്ട്.
അല്ല ടെസ്റ്റ് റിസൾട്ട്സ് അങ്ങനെയാണ്. അതുകൊണ്ട് മാത്രം അതെന്റെ തോക്കാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. അല്ല അച്ഛനത് കാര്യമൊക്കെ ഉണ്ടാവും. അവരിങ്ങനെ ഓരോന്ന് ചോദിച്ചോണ്ടിരിക്കും. ചോദ്യം അവരുടേതോ അതോ നിന്റെയോ? Good question. അത് ഞങ്ങളെ കൊണ്ട് പറ്റും. എടോ എന്റെ പ്രായം സമയം സർ. എന്തിനാടോ ആളെ ഇങ്ങനെ മെനക്കെടുത്തുന്നേ? എനിക്കിപ്പോ കിട്ടണം. സെർവർ അപ്ഡേഷൻ നടന്നുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യണം. ഉണ്ടെങ്കിൽ തരുന്നതിന് ഒരു കുഴപ്പമില്ല സർ. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാമോ? ഇതിലെ ഓക്കെ. ഹലോ, വാട്ട് ഈസ് ഇയാൾ എന്നും ചെയ്യുന്നുണ്ടോ? Okay, nice. ഫൈനലി ഫാമിലിയാ ടൂർ പോയിരിക്കുന്നു നിനച്ചാ വാങ്ങ. ആരാന്ന് മനസ്സിലായോ? കുറേ നേരം നോക്കിയിട്ട് കാണാതായിപ്പോ ഞാൻ തൻ്റെ മോനെ വിളിച്ചു. വൈഫോടെ വെളിയിൽ പോയിരിக்கிறத சொன்னாரு. இதெல்லாம் ஞாபகத்துக்கு வருது. ഇറ്റ് വാസ് ക്രേസിയാ. Oh, അങ്ങനെ he's trying to remember. Poor guy. We'll come in a moment. Damn. He's really organized. He's brilliant actually. മാത്രമായിട്ട് കൊണ്ടുപോകാൻ പാടാ. അതിൻ്റെ ഒപ്പം വേറെന്തെങ്കിലും ഉണ്ടേ ബാലൻസ് ആവും. அந்த பணிக்காரோட ஆட்டிடியூட் இப்போ டிஃப்ரெண்ட்டாக இருக்கே. பின்னாடியே நின்று வேலை வாங்க வேண்டியதாக இருக்கு. அரவிந்த் எப்படி இருக்கு? அரவிந்த் இஸ் டூயிங் வெரி குட். போன மாதம் தான் புது வேலை கிடைச்சிது. ஆஸ்திரேலியா போகணுங்கிறான். அங்கேயே செட்டில் ஆகணுன்றது அவன் பிளான். ஆனால் அங்கே போனால் திரும்பி வரமாட்டான் அவன். എടുക്കുന്നില്ല. அங்கே யூத் எல்லாம் அங்கே, பெருசெல்லாம் இங்கே. Between how's your knee after surgery? ചിലവർക്ക് മറവി പ്രശ്നം ഉണ്ടെന്ന് സമ്മതിക്കാൻ മടിയുണ്ടാവും. അവരോട് കുറച്ചുകൂടി കെയർ കാണിക്കണം. പറയാനാവില്ല. പണ്ട് തൊട്ടുള്ള പരിചയക്കാര്, ഭാഷ, ഡെയിലി ഇന്ററാക്ട് ചെയ്യുന്ന വീട്ടുപരിസരം ഇതെല്ലാം ഹാബിച്വൽ മെമ്മറിയായി മാറാവുന്നതാണ്. സോ ഇത് പോണമെന്നില്ല എന്നാ പൊയ്ക്കൂടാന്നുമില്ല. ഓരോരുത്തർക്കും ഓരോ പോലെ. ശരിക്കും ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്യാൻ തയ്യാറാവുകയാണെങ്കിൽ അച്ഛൻ എത്ര സ്ട്രെസ് എടുക്കേണ്ട ആവശ്യമുണ്ടോ? மெமரி இஸ் கரெக்ட். That is scary, man. சரணு அப்புறம் ஜேக்கப் 4 பேர் ஜீப்பில் போனோமே. இந்த ஜேக்கப் பையருக்கானே ஞாபகம் இருக்கா? ஃபுல் பாட்டில் ஏற்றிட்டான். சும்மா டர்ரு புருன்னு டர்னிங்லாம் செம்ம ஸ்பீடு. நான் கூட நினச்சேன் வண்டியை போய் கவுத்துற போகிறேன் நம்ம இதோட காலின்னு. அப்புறம் அந்த 7th லால் சவுக்கு கிட்ட வண்டியை நிறுத்தி அந்த மேஜர் குவார்டர்ஸ் முன்னாடியே ரோட் போனான். அந்த கார் ஓட் பாய்ஸ் அப்படி சொல்லி Oh, damn. ஜேக்கப் விட்டான். Shit just got real. Oh no. നമ്മളെല്ലാം ഒന്നാ தானே இருந்தோம். കാശ്മീർ. ജേക്കബ് അതിന് കാശ്മീർ പോയിട്ടില്ലല്ലോ. ஆமா இல்ல? True man. Oh shit. Is he a cop? കണ്ടെത്ര ഒന്നും എനിക്ക് ഓർമ്മയില്ലടോ. It's a police officer, isn't it? You must give. Oh shit. ജേക്കബിനെ എങ്ങനെയാ പരിചയം എന്ന് പറഞ്ഞില്ല. എനിക്ക് അവനെ പരിചയം ഇറ്റാനഗർ ക്യാമ്പിൽ വെച്ചാ, അരുണാചൽ പ്രദേശ്. Wait, he remembers. Yeah man. Yeah, same. நான் அங்க தான் அவனை Oh சந்திச்சேன். no, he made that up. That was in 1986. മുമ്പ് വന്നപ്പോൾ പറഞ്ഞത്
86 നീ IPKF-ലായിരുന്നല്ലേ? அப்படி சொன்ன Oh, he's gone. He's gone. ராஜீவ் Get காந்தி out of there, man. IPKF-ல இருந்தார். ശ്രീലങ്കയിൽ ഇരുന്നോട് താൻ എങ്ങനെയാ അരുണാചലിൽ കിടക്കുന്ന ജേക്കബിനെ പരിചയപ്പെട്ടത്? He's a cop. He's a police officer. Why are you lying? ഇത് കള്ളം പറയുന്നത് എന്തിനാണെന്ന്? கள்ளமா? நானா? Why should I lie to you? എന്നാ ഞാനിപ്പോ പറഞ്ഞത് മൊത്തം കള്ളവാ. Just a minute. ആരാ നീ? ആരാ നീ? He's an army guy. He's got the army moves. He can't trust anyone, can he? This is so scary, man. He tore it. He tore the pages. Hi son, good that you came now, huh? கிளம்பலான் இருந்தேன். ഹലോ അപർണ. ഹായ്. എന്താ പെട്ടെന്ന് ഇറങ്ങുന്നത്? ഇങ്ങോട്ടായിട്ട് വന്നതല്ല, എസ്റ്റേറ്റിൽ വരേണ്ട കാര്യമുണ്ടായിരുന്നു. അപ്പോൾ പിള്ളയെ ഒന്നും കാണാമെന്ന് വെച്ച് കയറിയതാണ്. All okay here? പൂത്തടിച്ചത് தான் ஞாபகத்துக்கு வருது. Crazy. Oh wait, then what about the photo then? Right? Okay then, I'm leaving. போகிற வழியில் எனக்கு கொஞ்சம் வேலை இருக்கு. Who is he? பட்ராஜி, What about the photo? கூட எஸ்டேட்டுக்கு வரதுக்கு பிளான் இருக்கு. டைம் கிடைச்சா கண்டிப்பாக மீட் பண்ணுறோம். See you that time. Take care. Bye. പോലീസിനെ കൂടി അറിയിക്കുകയല്ലേ വേഗം. ആദ്യം ഞാനൊന്ന് കാണട്ടെ പ്രകാശേട്ടാ. Oh no. Oh no. 13-ാം ബ്ലോക്ക് തൊട്ട് ട്രൈബൽ കോളനി ബൗണ്ടറി തുടങ്ങുക. Oh no. ഒരേ സമയം കൗതുകവും അതിലേറെ ഭീതി ഉണർത്തുന്നതുമായിരുന്നെന്ന് സംശയിക്കുന്ന സംഭവത്തിന് ഒരു തുമ്പും കണ്ടെത്താൻ തണ്ടർബോൾട്ട് സേനയ്ക്കോ പോലീസിനോ സാധിക്കാതിരുന്ന ഏത് ഡയറക്ഷനിലേക്ക് കൈവിറ്റുകൾ മൂവ് ചെയ്തതെന്ന് കാട്ടിനുള്ളിലല്ലേ സർ, പ്രോപ്പറായ ഡയറക്ഷൻ അങ്ങനെ. 13-ാം ബ്ലോക്കിന് അപ്പുറത്തുള്ള ഊരുകൾ ഇതിനു മുമ്പും നക്സൽ മൂവ്മെന്റ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാ. That is so scary, man. ഇത് വെള്ളനാകമല്ലേ? Like, you get shot by a monkey. കല്ലേപ്പത്തി ഭാഗത്ത് That's one way to die. 20-21 ശേഷം. ഈസി അരവിന്ദേട്ടാ, ഇവരങ്ങനെ പോയതുകൊണ്ട് ഇത് പറയാൻ പറ്റിയില്ലേ? അതെ. കല്ലേപ്പറ്റി സബ് ഡിവിഷനിൽ 144 ഇഷ്യൂ ചെയ്യും. ട്രൈബൽ സ്കൂളും ഒരാഴ്ചത്തേക്ക് അടച്ചിടാനാ തീരുമാനം. ഓക്കെ സർ. പിന്നെ ടൂറിസ്റ്റ് പെർമിഷൻസ് മൊത്തത്തിൽ കട്ട് ഓഫ്. ആ കോളനികളിലൊന്ന് നേരിട്ട് അറിയിച്ചേക്കണേ. പ്രകാശ് ഏട്ടനെയും കൂട്ടിക്കോ. ഇതെങ്ങാനും അച്ഛൻ്റെ തോക്കെന്ന് വന്നാൽ ഇരട്ടി പണിയോ. പൊസഷൻ കീപ്പ് ചെയ്യാത്തതിൻ്റെ പേരിൽ ചിലപ്പം കേസോ. ഇനി അതുകൊണ്ട് എന്തെങ്കിലും അപകടം. I feel so bad for him. Like, മറ്റേ ആ പുള്ളി എന്താ ഉദ്ദേശിച്ചത്? അത് ആ സീൻ എൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. What was that? പിസ്റ്റൾ അപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. അല്ല, മോഡൽ ഡിസ്ക്രിപ്ഷനിലേ കൺഫേം ചെയ്യാനാവൂ. അത് തന്നെ ഏതെന്ന് അങ്ങനെ പറയും. സർ, റവന്യൂവിലുള്ള മൊത്തം ലൈസൻസ് ഹോൾഡേഴ്സിൽ ഈ സ്പെക്ക് ഉള്ളത് അപ്പുപിള്ളയ്ക്ക് മാത്രം. ഇത് ഏതാ സാധനം? ഷീൽഡ് EZ സീരീസ് സ്മിത്ത് ആൻഡ് വെസൺ. ആ, ഇവിടെ അവൈലബിൾ ആണോ ഇതെല്ലാം? ഷൂട്ടിംഗ് മീറ്റിലെ പഴയ നാഷണൽ ക്വാളിഫയർ ആണ് പുള്ളി. അതുകൊണ്ട് ഇമ്പോർട്ട് ചെയ്യാനുള്ള പ്രിവിലേജ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് വല്ല കള്ളത്തോക്കോ മറ്റോ ആവാം. ഈവൺ ഒരു ടോയ് ഗണ്ണ് പോലും ആവാം ഇത്. ആവാം, പക്ഷേ ഇഷ്യൂ പബ്ലിക് ത്രെട്ടാണ്. ഗൺ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനുള്ള പെറ്റീഷൻ കൊടുക്കാം. കളക്ടർ ഓഫീസിലും സൂപ്രണ്ടിനെയും നോട്ടിഫൈ ചെയ്തേക്കാം. സർ, ഫോളോ അപ്പ് എൻക്വയറി തുടങ്ങിക്കോ. ശരി. What? Don't catch him red-handed. That's a bad idea. Talk to your husband about this. Pakari idabadadhu. Don't do that. It's a bad move. Okay, hide.
Why are you just help your wife? എന്താ എന്താ പറ്റി? Oh no, he lost everything. എന്തേ കാണിക്കുന്നത്? എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് മുറിക്കകത്ത് വെച്ച് തീർത്തോണം. Oh shit, he lost everything. നാട്ടുകാരെ കൊണ്ട് പറയിക്കാനായിട്ട്. അച്ഛനെന്തോ പ്ലാൻ ചെയ്യുന്നുണ്ടോ ചേട്ടാ? അതെ പറഞ്ഞു. ഓൾറെഡി നാട്ടിൽ 100 കഥകളുണ്ട്. ഇനിയിപ്പോൾ വീട്ടിൽ നിന്നും കൂടെ തുടങ്ങാം. നിങ്ങളെയൊക്കെ പോലെ പെട്ടെന്നൊരു സെക്കൻഡിൽ റാഷണലായിട്ട് ചിന്തിക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല. എല്ലാവർക്കും അപ്പുള്ള ഒരു ക്യൂരിയസ് ക്യാരക്ടർ മാത്രമാണ്. പക്ഷെ എനിക്ക് എൻ്റെ അച്ഛനാ. എന്തെങ്കിലും വേണമെങ്കിൽ എടുപ്പിക്കാട്ടോ. ദിസ് മേ ടേക്ക് സം ടൈം. ഈ വാച്ചർ സുമതത്വനുമായിട്ട് ഞങ്ങൾ കാലത്തൊന്ന് സംസാരിച്ചിരുന്നു. നിങ്ങൾക്ക് രണ്ടുപേർക്കും മാത്രം അറിയുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. നിങ്ങൾ പഴയ ഫ്രണ്ട്സ് അല്ലേ? അത് എന്തുകൊണ്ടാ ഇവരോട് പറഞ്ഞു തന്ന ക്ലാരിറ്റി കിട്ടുവാണെങ്കിൽ നമുക്കൊരു എളുപ്പമുണ്ടായിരുന്നു എങ്ങനെ ഡീൽ ചെയ്യണമെന്ന്. It's a nice place, man. ജോയുടെ പറമ്പിൽ നിന്ന് കിട്ടിയ ആ കുരങ്ങൻ്റെ റിമൈൻസുമായിട്ട് നിങ്ങളുടെ പിസ്റ്റൽ സ്പെസിഫിക്കേഷൻസ് മാച്ചിങ്ങുമാണ്. വാച്ചർ സുമതത്വം തന്ന വിറ്റ്നസ് സ്റ്റേറ്റ്മെന്റിൽ ഈ സംഭവത്തിന് എക്സ്പ്ലനേഷൻ ഉണ്ട്. പക്ഷെ ആ പിസ്റ്റളിന് പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് അയാൾക്കറിയില്ല. അയാൾ പറഞ്ഞ കഥയിലും അതില്ല. ഓഫീസറുടെ ക്വാർട്ടേഴ്സിൽ പോയിട്ട് വരുന്ന വഴിക്കാ പിള്ളേ ഒന്ന് കാണാമെന്ന് വെച്ച്. Oh shit. Oh no. പിന്നെ കൊച്ച പൂട്ടിക്കിടന്നതിന്റെ പെട്ടിന്നാ ഇവന് തോക്കെടുത്തോണ്ട് വന്നത്. അപ്പൊ ഈ പീറയ്ക്ക് മോട്ടിക്കാനൊക്കെ അറിയാമല്ലോ. അതോ മാറ്റി വെച്ച കാട്ടിച്ചെടുത്ത് ട്രിഗർ സസ്പെൻഡ് ചെയ്തിട്ടാണ് ഷൂട്ട് ചെയ്തത്. ഇവനെയാണോ കൊച്ചെന്ന് വിളിക്കേണ്ടത്? ഇടോ ഇതുകൊണ്ട് എന്തെങ്കിലും പറ്റിയ ഞാനല്ലേ ഉത്തരം പറയേണ്ടത്. എന്താ മോനെ ഇത്? തന്തകളെ കൊണ്ട് വരട്ടെ. അവരില്ലേ ഇവിടെ? ഓ ഇതിനെവിടെ ആക്കിയിട്ട് എവിടെ വേണേ പോകാമല്ലോ. Okay, that's bad. പുറത്തെറിഞ്ഞാൽ വലിയ കേസാവും. Okay, that solves that. But what about the kid, man? What about Sachu? പിന്നെ തോന്നി അയാൾ അതൊക്കെ അങ്ങനെയായിരിക്കും കൈകാര്യം ചെയ്യുന്നതെന്ന്. പിന്നെ എപ്പോഴാ ചേട്ടനത് അങ്ങനെ അല്ലാന്ന് തോന്നിയേ? തോക്ക് കാണാനില്ലെന്ന് മനസ്സിലായപ്പോഴാ It's a nice shot. അങ്ങനെ എന്നോട് പറഞ്ഞത്. അന്ന് വൈകുന്നേരം നടന്നതെല്ലാം ഓർമ്മയുള്ളതെല്ലാം പറയാൻ. പിന്നെ അത് ഇടയ്ക്കിടയ്ക്കുള്ള വരവായി. കൂട്ടത്തിലെ പഴയ കാര്യങ്ങൾ, പണ്ടത്തെ നിലമ്പൂർ സംഭവം എപ്പോഴും ആദ്യമായിട്ട് കേൾക്കുന്ന പോലെ മൂപ്പരത് കേട്ടിരിക്കും. ചേട്ടൻ അച്ഛനോടൊന്നും ചോദിച്ചിട്ടില്ലേ? ഒരിക്കൽ ചോദിച്ചു. അപ്പോൾ പുള്ളി ചൂടായിട്ട് ഇറങ്ങിപ്പോയി. അയാൾ എന്നോട് എന്തെങ്കിലും പറയുന്നില്ലെങ്കിൽ അയാൾക്ക് ഞാനത് അറിയേണ്ടതില്ലെന്ന്. ഈ കല്ലേപ്പത്തി വെടിവെപ്പ്, കുരങ്ങിൻ്റെ കയ്യിൽ തോക്ക് കണ്ട ഇഷ്യൂ, ഇതൊക്കെ ആയിട്ട് അച്ഛനെന്തെങ്കിലും? എനിക്ക് തോന്നുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ തോക്ക് കാണാതായ വിഷയം നിങ്ങളെന്തായാലും ഇത്തവണത്തെ ഇലക്ഷൻ ടൈമിലല്ല അറിഞ്ഞത്. എന്നാ നിങ്ങളതാരെ അറിയിച്ചതുമില്ല. ആരെ അറിയിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അപ്പോൾ ആരും അറിയാൻ പാടില്ലാത്ത എന്തോ ഉണ്ട്, റൈറ്റ്? My God, this is killing me, man.
the ഹലോ അജയൻ എന്താണ് ഇപ്പോൾ സിറ്റുവേഷൻ? ഇവര് just ഒന്ന് സംസാരിക്കണമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. സംസാരംനാ ഒരു ലിമിറ്റ് இருக்குல்ல. അജയനും അച്ഛനെ പോലെ അസുഖം പുറത്തറിയതൊന്നും പറഞ്ഞിരുന്നാൽ you know his routines, right? This is they planned this. Dude, poor guy. Now I feel bad for him. ഡിപ്പാർട്ട്മെന്റ് കാര്യമല്ല ചെയ്യാം. ഞാനും അതേ ഡിപ്പാർട്ട്മെന്റിൽ തന്നെയല്ലേ വർക്ക് ചെയ്യുന്നത്. കുറയ്ക്കണ്ട. UAPക്ക് കൂടെ സ്കോപ്പ് ഉണ്ടോ നോക്ക്. CBI ഇറങ്ങുന്നു വന്നല്ലോ ഒരു ചത്ത കുരങ്ങിന്റെ കേസ് അന്വേഷിക്കാൻ. അജയ നിങ്ങൾക്ക് ആ കുരങ്ങിനെ അച്ഛന്റെ പിസ്റ്റൽ എങ്ങനെയും കണക്ട് ചെയ്യണം. എന്നാലല്ലേ എന്നാ നിങ്ങൾ പറ, അച്ഛനൊരു നെക്സൽ കണക്ഷൻ വെച്ച് കെട്ടി കൊടുക്കാൻ ആർക്കും ഇത്ര തള്ളിച്ച കാര്യം അറിയാ നീ റിയാക്ട് ചെയ്യരുത്. എന്താ റിയാക്ട് ചെയ്താൽ ചെയ്യാം, പക്ഷേ അങ്ങനെ തോന്നിയല്ലോ റിയാക്ട് ചെയ്യരുത്. ഏട്ടാ, അകത്തിരിക്കുന്ന എന്നെയും നിങ്ങളെയും പോലെ നോർമൽ ആയിട്ടുള്ള ഒരാളല്ല. അച്ഛന്റെ ഹെൽത്ത് ഇഷ്യൂസിനെ പറ്റി കുറച്ചെങ്കിലും ഏട്ടനും അറിയാവുന്നതല്ലേ. അങ്ങനെ ഒരാൾ ഇവരൊക്കെ എങ്ങനെയാ ട്രീറ്റ് ചെയ്യാന്ന് പറയാൻ പറ്റുമോ ഏട്ടാ? സുമദത്തൻ പറഞ്ഞത് വിശ്വസിക്കില്ല. 6 bullets remaining. 2 bullets missing out. Oh shit. Dude, this is so sad. I can't watch this. He can't remember. You know that, right? You fucking piece of shit. ഇയാളുടെ കൂടുള്ളവരുമായിട്ടൊന്ന് സംസാരിക്കണം. Assholes. He's a freaking genius, man. How is he able to? முடியாது. A kind of reminiscence therapy. நம்ம பேஷண்ட்டை என்கரேஜ் ഇതൊക്കെ നേരത്തെ ചെയ്യേണ്ടതായിരുന്നില്ലേ? ഫ്രണ്ട്സുകളെ பேசுற மாதிரி கேஷுவலாக பேசினா போதும். That will stimulate their brain activity. Socializing skills, self-esteem, attention, confidence എല്ലാ இடத்துக்கு it can help. Also, conditions വർസ് ആവുന്നുണ്ടോന്ന് അറിയാനുള്ള വഴിയും കൂടിയാണ്. ഇതിപ്പോ ഒത്തിരി കാലമായിട്ടുണ്ടോ ഈ തെറാപ്പി? കുറച്ച് നാളായിട്ടുണ്ട്. 2 മാസം കൂടി. Okay, that makes sense. അപ്പോൾ പുള്ളിക്കറിയോ ഡോക്ടർ ഈ വന്ന് നടത്തുന്ന തെറാപ്പി സെഷൻസ് ആണെന്ന്? நோ, அது പറഞ്ഞിട്ടില്ല. தெரிஞ்சா അപ്പു പിള്ള எந்த அளவுக்கு கோஆப்ரேட் பண்ணணும்னு சொல்ல முடியாது. 1-2 വട്ടം അച്ഛനോട് സൂചിപ്പിക്കാൻ ശ്രമിച്ചു. അപ്പോഴൊക്കെ അച്ഛൻ അപ്സെറ്റായി. പിന്നെ പാനിക്കാവും. പാനിക്കായാൽ he may lose hold of reality. കാര്യങ്ങൾ ഓർത്തു വെക്കാൻ അച്ഛൻ്റെതായ കുറേ ശീലങ്ങളുണ്ട്. ഇവിടെ ഇങ്ങനെ കഴിയും തോറും അതെല്ലാം ബ്രേക്ക് ആവുകയാണ് സാർ. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ പേപ്പേഴ്സ് കോർട്ടിൽ മൂവ് ചെയ്യേണ്ടി വരും. അച്ഛൻ ഇതിനൊന്നും കോമ്പിറ്റ് ആയ ഒരു കണ്ടീഷൻ അല്ലാന്ന് കാണിക്കാൻ ഇത് മതി. പറ്റുവാണെങ്കിൽ അങ്ങനെ ഒരു സീൻ ഒഴിവാക്കണമെന്നാണ് ഞങ്ങൾക്ക്. ഈ അവസ്ഥയും സർവീസിലെ പഴയ കാര്യങ്ങളൊന്നും പുറത്തറിയുന്നത് അച്ഛന് ഇഷ്ടമുണ്ടാവില്ല. ഇത് പണി 8 തിരിച്ചു കിട്ടും കേട്ടോ. പോലീസിന് മാത്രമല്ല, റവന്യൂ, ഫോറസ്റ്റ് ഓൾ വിൽ ഹാവ് എ ഹാർഡ് ടൈം. എന്ത് പറ്റി? സാറ് ഇവിടെ പണ്ട് SHO ആയിരുന്നപ്പോഴല്ലേ അപ്പോൾ പിള്ളേരുടെ ഗൺ ലൈസൻസ് വെരിഫിക്കേഷൻ നടത്തിയേ? എത്ര വർഷം മുമ്പാ? 8 വർഷമായി കാണും. മെന്റലി സ്റ്റേബിൾ അല്ലാത്തതുകൊണ്ട് ആർമിന്ന് പിരിച്ചു വിട്ടതാ 16 കൊല്ലം മുമ്പ്. ഇതിപ്പോ നമ്മുടെ മണ്ടേ കിടക്കും. മെന്റലി അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരാളെ ഏത് വകുപ്പിൽ വെരിഫിക്കേഷൻ പാസ്സാക്കി ലൈസൻസ് കൊടുത്തുന്നേ കോർട്ട് ചോദിക്കൂ. പോരാത്തിന് ആ കുരങ്ങിന്റെ കയ്യിൽ കണ്ട പിസ്റ്റൾ. സമയത്ത് അച്ഛൻ ഗൺ ലൈസൻസിന് എലിജിബിൾ അല്ലായിരുന്നു. സോ മെമ്മറി പ്രോബ്ലം പുറത്തു വന്ന് പുറത്ത് വരുന്നുള്ളത് ഇനിയിപ്പോ നമ്മളെക്കാൾ അവരുടെ ആവശ്യമായല്ലേ. ഗുഡ് ഗോഡ്. What? He had the gun? Wait, so did he actually do it? ആരാ
മുറി കയറിയെന്ന്? Oh no. വിടടാ എന്റെ കയ്യിൽ നിന്ന്. അച്ഛാ ആരാ എന്റെ മുറി കയറിയത്? Oh no. ആശാരിയെ വിളിക്കണം. കയറി നിരങ്ങാനുള്ളതല്ല എൻ്റെ മുറി. I get it, man. I understand. ഏറ്റവും ഡിപ്പെൻഡ് ചെയ്യുന്നത് അയാൾ പുറത്തിരിക്കാൻ ഇങ്ങനെ സകലത് എഴുതി സൂക്ഷിക്കുന്ന ഒരാള് അതൊക്കെ സ്വയം കത്തിച്ച് കളയാൻ നോക്കുവോ? അയാൾക്ക് ഓർമ്മയിൽ സൂക്ഷിക്കാൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളായിരിക്കാം അതൊക്കെ. ഇഷ്ടമില്ലാത്ത വാട്സപ്പ് മെസ്സേജസ് നമ്മൾ ചിലപ്പോൾ ഡിലീറ്റ് ചെയ്യില്ലേ? ആക്ച്വൽ റിയാലിറ്റിയിലുള്ള ഒരു എസ്കേപ്പ് പോലെ. അപ്പോൾ പുള്ളിയുടെ ഈ കണ്ടീഷൻ ബാക്കിയുള്ളവർക്ക് ഹെഡേക്കാണ്. ബട്ട് ഫോർ ഇയാൾ എന്താ മറന്നതെന്നാണ് അറിയാനുള്ളത്. ദാറ്റ് ഗ്യാപ്പ് കത്തിച്ച് കളഞ്ഞ ആ പീസ് ഓഫ് ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ ഐ തിങ്ക് വി ക്യാൻ ഫിൽ ഇൻ ദ ഗ്യാപ്സ്. ഇരിക്കുന്നുണ്ടോ? ഇന്ന് സുമദത്തൻ പറഞ്ഞ ഓർമ്മയുണ്ടോ? അച്ഛൻ അയാളോട് റിപ്പീറ്റഡ് He's ആയിട്ട് angry. ചോദ്യം, ചാച്ചു എത്ര തവണ കുരങ്ങനെ ഫയർ ചെയ്തു എന്ന്. അതൊരിക്കൽ മാത്രോ? നീ അച്ഛൻ്റെ റൂമിൽ കയറി. Read the room, girl. അന്ന് തുടങ്ങിയതാ നിന്റെ ഈ ഷെർലോക്ക് ഹോംസ് കളി. നിനക്കും അച്ഛനെങ്കിലും ഒരു കുറ്റക്കാരനായിട്ട് കാണിക്കണം. അതിന് കുറെ കണ്ടുപിടുത്തങ്ങളും തിയറീസും മതിയില്ലേ? അച്ഛനും എടുത്തുള്ള പോസ്റ്റ്മോർട്ടം ചെയ്യും. Oh shit. ആ ഫോട്ടോ കണ്ട് കുരങ്ങനെ Oh, കയ്യിൽ shit. തോക്ക് ഐഡന്റിഫൈ ചെയ്തത് അതൊരു അവസരം വന്നപ്പോൾ ഉപയോഗിച്ചതാന്ന് വിചാരിക്കാം. Oh no. ആളുകളും പ്രശ്നങ്ങളൊക്കെ എന്റെയും കൂടിയാ. അതിൽ ചച്ചും പെടും. ഞാൻ കണ്ടിട്ടില്ല, ശരിയാ. ചോദിച്ചാൽ പറയാൻ അങ്ങനെ ഒരു കണക്ഷനും ഇല്ല. എന്നിട്ട് അധികം ദിവസമൊന്നും ആയിട്ടില്ലെങ്കിൽ എനിക്കും തോന്നിയിട്ടുണ്ട് അവനോട് വേണമെന്ന്. അറ്റ്ലീസ്റ്റ് എന്താ പറ്റിയെന്ന് അറിയണമെന്ന്. അച്ഛനെ പെട്ടെന്ന് അങ്ങനെ ഒരു കണ്ടീഷനിൽ കണ്ടപ്പോൾ നിന്റെ സംശയങ്ങള് ഞാൻ എന്താ പോയി ചോദിക്കണ്ടേ? അപ്പുറത്ത് നിൽക്കുന്ന എൻ്റെ അച്ഛനല്ലേ? പക്ഷെ കുറച്ചു നേരമെങ്കിലും അജേട്ടൻ ചച്ചുവിന്റെ അച്ഛനായി മാത്രം നിന്നൊന്ന് ചിന്തിക്കും. ഒരു കണക്കിന് നോക്കി അച്ഛൻ്റെ ഈ കണ്ടീഷൻ ഒരു സൗകര്യം കൂടിയല്ലേ. മറന്ന എന്തൊക്കെയാണെന്നും ഓർമ്മയുള്ള എന്തൊക്കെയാണെന്നൊക്കെ അച്ഛന് മാത്രമേ അറിയുള്ളൂ. എങ്ങനെ വേണേലും പ്രിറ്റൻഡ് ചെയ്തൂടെ? ഇതിൽ എഴുതിയിരിക്കുന്ന പോലെ തന്നെ 2 ബുള്ളറ്റ്സ് കുറവാണ് അച്ഛൻ്റെ പിസ്റ്റലിൽ. അതെങ്ങനെ പോയി എന്നുള്ള ചോദ്യം വരാതിരിക്കാനാവാം ഈ തോക്ക് കാണാനില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഡ്രാമ. എന്തെങ്കിലും മറച്ചു വയ്ക്കാനായിരിക്കുമല്ലോ ഇതൊക്കെ കത്തിച്ചു കളയുന്നത്. അതിൽ ചച്ചുവിന് എന്ത് പറ്റിയതാന്നുള്ളതിന്റെ ഉത്തരം ഉണ്ടായിക്കൂടെന്നേ ഞാൻ ചോദിക്കുന്നുള്ളൂ. മതി അന്വേഷിച്ചുകൊണ്ടിരിക്കുക ചച്ചുവിന്റെ കാര്യം. Oh, right. He's also trying to figure out. Yeah. എവിടെ തുടങ്ങണം, ആരോട് ചോദിക്കണമെന്നൊന്നും അറിയാതെ അവൻ പഠിച്ച സ്കൂളിലും പോയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ Yes, that makes sense. അച്ഛനെ ഏതെങ്കിലും പഴയ ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. Oh God, it's coming together. അച്ഛന് സംശയിക്കുന്ന അച്ഛനെ തന്നെ ആടും. കയ്യിൽ നിന്ന് എന്തെങ്കിലും തെറ്റുപറ്റിട്ടുണ്ടോന്നറിയാം. അച്ഛനാണോന്നറിയാം. That is messed up, dude. He's doing that every day. അന്വേഷണങ്ങളുടെ ഭാഗമായിട്ട് എഴുതി കൂട്ടിയതാ ഈ കിടക്കണമൊക്കെ. സ്വയം മറക്കാൻ. പക്ഷെ ആ ചെയ്ത് മറന്നു കഴിയുമ്പോൾ വീണ്ടും അന്വേഷിച്ചിറങ്ങും അച്ഛൻ. Dude, it's a loop. ചെയ്യുന്ന പോലെ. ചോദ്യങ്ങൾ, ഒരേ ഉത്തരങ്ങൾ. എപ്പോഴാദ്യമായിട്ട് കേൾക്കുന്ന പോലെ മൂപ്പരത് കേട്ടിരിക്കും. അയാൾക്ക് ഓർമ്മയിൽ സൂക്ഷിക്കാൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളായിരിക്കാം. ആക്ച്വൽ റിയാലിറ്റി ഡെയിലി ഇങ്ങനെ ജീവിക്കാന്ന് വെച്ചാൽ ഓൾറെഡി സോൾവ് ചെയ്തിരിക്കും.
ശരിക്കും ചച്ചു എന്താ മിസ്സിംഗ് ആയത്? പ്രവീണ ചേച്ചിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ ദിവസം എന്നാണ് ആ ചേട്ടൻ എന്നോട് പറഞ്ഞത്. ചച്ചുവിൻ്റെ പിറന്നാളിൻ്റെ അന്ന്. അത് മാർച്ച് 19. പക്ഷെ പോലീസ് റെക്കോർഡ്സിലും ന്യൂസിലൊക്കെ കാണാനില്ലാന്ന് പരാതി കൊടുക്കുന്നത് ഒരു ദിവസം വൈകി 20-ാം തീയതി രാത്രിയിലാണ്. എന്നോട് എന്തെങ്കിലും പറയാൻ ബാക്കിയുണ്ടോ ചേട്ടന്? What? Oh shit. Did he do it? Or did the mother do it? രവി Dude. Then. ബാബേ ചച്ചു 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 So, why did she? Okay, it's an accident? Oh no. നോക്കിയതാ ചേട്ടാ. തന്നില്ല. Oh no. മോനെ വേണോ ചേട്ടാ? ഡോക്ടറെ കാണുന്ന കാര്യമാണ് വേണ്ട പറഞ്ഞു നിർത്തിയതാ പലതവണ. എനിക്കൊരു കുഴപ്പമില്ല, എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. Oh shit. Wait, what? രവി രവി Dude, what the hell, man? രവി What? He cannot. എന്തു പറ്റിയെന്നാ പറഞ്ഞേ? പെയിൻ കില്ലർ ഓവർ ഡോസ് ആയതാണ് ഡോക്ടർ. എടോ 1-2 എണ്ണം കൂടുതൽ കഴിക്കുന്നതിനെയാണ് ഓവർഡോസ് എന്ന് പറയുന്നത്, അല്ലാതെ ചോറുണ്ണുന്ന പോലെ വാരത്തിനുന്നതിനെയല്ല. മാം, ഞാൻ എന്തായാലും ഇത് പോലീസിൽ ഇൻഫോം ചെയ്യാൻ പോവാം. സൂയിസൈഡ് അറ്റംപ്റ്റ് ആണെന്നുള്ള കാര്യം ക്ലിയറാ. ഡോക്ടർ ഡോക്ടർ അവക്കൊരു കൈയബദ്ധം പറ്റിയതാണ്. കഴിച്ച മരുന്നേതാണെന്നറിയോ? ജസ്റ്റ് ഏത് ഹോസ്പിറ്റലിലാണ് കീമോ ചെയ്യുന്നത്? BMC ഹോസ്പിറ്റൽ. Just understand the situation, doctor. ഇങ്ങനെയുള്ള പേഷ്യൻസിനെ കുറച്ചുകൂടെ കെയർഫുൾ ആയിട്ട് ഡീൽ ചെയ്യണ്ടേ? ഡോക്ടർ ഇപ്പം ഒന്ന് എത്തിക്കണം, കീമോയുടെ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ. ഹലോ അജേട്ടാ. രവി എവിടെ? വിളിച്ചിട്ട് എടുക്കണല്ലോ. ഹലോ അജേട്ടൻ പുറത്താണോ? കുഴപ്പമില്ല, പ്രവിയോട് പറഞ്ഞാൽ മതി, ഞാൻ നാളെ വിളിച്ചോളാം. ഓക്കെ ഏട്ടാ, ശരി. Did he?
Oh my god. മണിയനോട് ഒന്ന് വരാൻ പറയണം. ആ മാവിന്റെ കൊമ്പ് ഓടിലേക്ക് ചാഞ്ഞു നിൽപ്പുണ്ട്. Does he not? എന്റെ കൈ കൊണ്ട് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്ന് അറിയണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. തിരുത്താൻ പറ്റാത്ത കള്ളങ്ങൾ പറയരുത്. മാർച്ച് 19 നിങ്ങൾ മെഡിക്കൽ കോളേജിൽ പോയത്. കീമോ ചെയ്തവരുടെ ഡീറ്റെയിൽസ് ആശുപത്രി റെക്കോർഡിക്കല. എങ്ങനെയാ പോയതെന്ന് സുമദത്തൻ പറഞ്ഞെനിക്കറിയാം. സെക്കൻഡ് ബുള്ളറ്റ് കൈകൊണ്ടാണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. ഞാൻ ചോദിക്കുകയില്ല. അബദ്ധത്തിൽ പറ്റിയതാണെങ്കിലും കേസ് മർഡറായിട്ടേ വരും. അവക്കിങ്ങനെ ഒന്നുകൂടി താങ്ങാനുള്ള ശേഷിയില്ല. കുറ്റക്കാരനായിട്ട് കണ്ടു കഴിയാൻ എനിക്കും പറ്റില്ല. ആർക്കും ഗുണമില്ലാത്ത സത്യങ്ങൾ ഇങ്ങനെ കത്തി തീരട്ടെ. എനിക്കറിയാം എൻ്റേതൊരു റിക്കവറി ഇല്ലാത്ത അസുഖമാണ്. പക്ഷേ ഇപ്പം ഞാനെല്ലാം ഹാപ്പിയാ. അതൊരു ഫ്രീഡം അല്ലേ? നമുക്കിഷ്ടമുള്ള റിയാലിറ്റിയിൽ മാത്രം ജീവിക്കാനുള്ള ഫ്രീഡം. പക്ഷെ എനിക്കത് അച്ഛനോട് ചോദിക്കാൻ കഴിയുമെന്ന് തോന്നില്ല. ചോദിച്ചാലും അതിനുള്ള ഉത്തരം അച്ഛൻ ഓർക്കുന്നുണ്ടാവും. അറിയില്ല. ഒരുപക്ഷെ ഇല്ലെങ്കിൽ അതൊരു ഓർമ്മപ്പെടുത്തലാവില്ലേ? അച്ഛൻ പറഞ്ഞതുപോലെ ആർക്കും ഗുണമില്ലാത്ത ചില സത്യങ്ങൾ. പരസ്പരം കൺസേൺഡ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുടെ ഇടയിലാണ് ഞാൻ എത്തിപ്പെട്ടത്. മൊറാലിറ്റി അല്ല, കൺസേൺ ആണ് അവരെ ചേർത്ത് നിർത്തുന്നത്. ഇന്ന് ഞാൻ ഈ യാത്ര നാഗ്പൂരിലേക്കാണ്. എനിക്കും അജയേട്ടനും അറിയാം കാണാൻ പോകുന്നത് ചച്ചുവിനെ അല്ലാന്ന്. ചില കാര്യങ്ങൾ അങ്ങനെയാ, അഭിനയിച്ച് തീർത്തേ തീരൂ. എനിക്ക് മൂവി സജസ്റ്റ് ചെയ്ത ആളെ ഒന്ന് കാണണമായിരുന്നു. വിസ്പറർ 84. താങ്ക് യു സോ മച്ച് ഫോർ റെക്കമെൻഡിങ് ദിസ് മൂവി. ഞാൻ കാണാൻ എൻ്റെ ബക്കറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നൊരു മൂവിയാണെങ്കിലും ഈ ഒരു കമൻറ്റ് കൊണ്ടാണ് ഞാൻ പുഷായിട്ട് ഈ ഒരു ഫിലിം അറ്റ്ലീസ്റ്റ് റിയാക്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത്. പക്ഷേ ഇത് ഞാൻ മിസ്സാക്കിയിരുന്നെങ്കിൽ ഐ വുഡ് ഹാവ് മിസ്ഡ് ഔട്ട് ഓൺ എ ലോട്ട്. ഞാൻ ആക്ച്വലി ഈ ചാനലിൽ ഐ തിങ്ക് മോസ്റ്റ് ട്രെൻഡിങ് മൂവിയല്ല, പോപ്പുലർ റീസെൻറ്റ് മൂവിയല്ല, എന്നിട്ടും ഞാൻ കണ്ട മൂവി മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് ആണ്. ഞാൻ ആക്ച്വലി നേരത്തെ ഒന്ന് രണ്ട് തവണ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഞാൻ അധികം മൂവീസ് കാണാറില്ല. കാരണം കാണാൻ ടൈം കിട്ടാത്തതുകൊണ്ടാണ്. എൻ്റെ സ്കെഡ്യൂൾ ഭയങ്കര ഹെക്റ്റിക്കാണ്. ഞാനൊരു ഫുൾ ടൈം ജോബ് ചെയ്യുന്നുണ്ട്, ഞാൻ എൻ്റെ മാസ്റ്റേഴ്സ് പാരലി ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിലാണ് ഞാൻ യൂട്യൂബ് കൂടി ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ സ്കെഡ്യൂൾ ഭയങ്കര ടൈറ്റാണ്. അതിൻ്റെ ഇടയ്ക്കാണ് സിനിമകൾക്ക് അധികം ടൈം കിട്ടുന്നില്ല. അതുകൊണ്ട് ഞാൻ തിരഞ്ഞു പിടിച്ച് നല്ല സിനിമകൾ മാത്രം നോക്കിയാണ് കാണുന്നത്. അതിൽ നല്ല റെക്കമെൻഡേഷനും ഫീഡ്ബാക്കും കിട്ടി കണ്ടൊരു സാധനമാണ് മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ്. അതെൻ്റെ ടോപ്പ് ഞാൻ അത് കണ്ട സമയത്ത് അത് നമ്പർ 1 മൂവിയായിരുന്നു. ഐ തിങ്ക് ആ ഒരു ടോപ്പ് 1 or 2 ഡെഫിനറ്റ്ലി കിഷ്കിന്ദ കാണ്ഡം വിൽ ഗോ. ദിസ് മൂവി വാസ് സോ ഗുഡ് മാൻ. ഐ cannot thank you enough for recommending this because I cannot think of a possible scenario where I would have missed this. Right? I shouldn't have missed it. This was such a good movie, man. This is a gold standard movie. So good. Because ഫസ്റ്റ് ഹാഫിൽ എനിക്കിത് ഭയങ്കര നല്ല മൂവിയായിട്ടാണ് തോന്നി. ഇറ്റ് വാസ് എ ഗുഡ് മൂവി. കുറേ ഡോട്ട്സ് ഉണ്ട്, കുറേ എന്തൊക്കെയോ മിസ്സിങ് എലമെൻറ്റ്സ് ഉണ്ട്. ഇറ്റ് വാസ് ഗോയിങ് ലൈക്ക് ദിസ്. എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്ന് മനസ്സിലാവുന്നു. വിജയരാഘവനാണ് ചെയ്തതെന്ന് തോന്നുന്നു. മറവിയുടെ ഇഷ്യൂ ഉണ്ടെന്ന് ചെറുതായിട്ട് കാണിക്കുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫ് ജസ്റ്റ് ടുക്ക് എ ടേൺ മാൻ. അത് പിന്നെ അവസാനം വരെ നമുക്ക് എൻഡിങ് വരെ
ആ ഒരു ഡോട്ട്സ് എല്ലാം കണക്റ്റ് ആവുന്നത്, അത് ഒരുമിച്ചാണ് എല്ലാം കൂടി കണക്റ്റ് ആവുന്നത് ആ ഒരു സീൻ കഴിഞ്ഞിട്ട്. ഇതിൻ്റെ അകത്ത് ഭയങ്കര എന്താ പറയുക, ഒരു ക്ലൈമാക്സ് ഫൈറ്റ് സീനോ ഒരു വൺ ട്വിസ്റ്റ് ഉണ്ട്, ട്വിസ്റ്റുകൾ ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷേ പെട്ടെന്നാണ് എല്ലാം കണക്റ്റ് ആവണേ. കുറേ വെതറി കിടന്ന എല്ലാ ഡോട്ട്സ് കൂടി ഒരുമിച്ച് കണക്റ്റ് ആകുമ്പോൾ ഇറ്റ് ജസ്റ്റ് ഓൾ കംസ് റഷിങ് ഡൗൺ. ക്ലൈമാക്സ് വാസ് ദിസ് ഈസ് മൂവി മേക്കിംഗ്. സ്റ്റോറി എഴുതണമെങ്കിൽ ഇങ്ങനെ എഴുതണം. ഇത് ആരുടെ സ്റ്റോറിയാണ്? കിഷ്കിന്ദ കാണും സ്റ്റോറി റൈറ്റർ കിഷ്കിന്ദ. Who wrote the story, man? Director, producer, written by Bahul Ramesh. I have no idea who that is. Story was, bro, അത് എക്സിക്യൂഷൻ എല്ലാം ഇസ് സോ ഗുഡ്, മാൻ. 8 IMDb റേറ്റിംഗ് കുറവാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇറ്റ്സ് സച്ച് എ ഗുഡ് മൂവി, മാൻ. സോ ഗുഡ്. ഐ തിങ്ക് എനിക്ക് മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് അതിൻ്റെ ഒരു കോമഡി എലമെൻറ്റ്, ആ ഒരു സാഡിസ്റ്റിക് സൈഡ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടായിരിക്കാം ഐ സ്റ്റിൽ പുട്ട് മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് ഇൻ മൈ ടോപ്പ് നമ്പർ 1. നമ്പർ 2 ഇസ് കറൻ്റ്ലി കിഷ്കിന്ദ കാണ്ഡം, ഐ തിങ്ക്. ബിക്കോസ് എനിക്ക് ഇഷ്ടമുള്ള കുറേ കോമഡി മൂവീസ് അതെല്ലാം ഉണ്ട്. പണ്ട് ബോയിങ് ഒക്കെ ഞാൻ നല്ല രീതിയിൽ എൻജോയ് ചെയ്തൊരു ഫിലിമാണ്. പക്ഷേ അത് ഞാൻ ടോപ്പിലിടില്ല. കാരണം എനിക്ക് എന്നെ കൂടുതൽ ഇൻട്രൂവ് ചെയ്യുന്നൊരു എലമെൻറ്റ്, കോമഡിയെക്കാളും ഇൻട്രൂവ് ചെയ്യുന്നൊരു എലമെൻറ്റ് ഈ മിസ്റ്ററി, ആ ഒരു കൈൻഡ് ഓഫ് ഒരു ലൈക്ക് ത്രില്ലർ സാധനമാണ്. അതുകൊണ്ടാണ് ഞാൻ ലൈക്ക് നോട്ട് പുട്ടിങ് ദാറ്റ് ഓൺ ടോപ്പ്. ബട്ട് ദിസ് ഈസ് നെക്സ്റ്റ് ലെവൽ മൂവി, മാൻ. വൺ ഓഫ് ദി ബെസ്റ്റ് മൂവീസ് ഐ ഹവ് സീൻ ഇൻ റീസെൻറ്റ് ടൈംസ്. ഓക്കെ, മാൻ, ദിസ് ഈസ് എ ഗോഡ് ലെവൽ മൂവി. ആ ഒരു ലാസ്റ്റ് ഒരു അരമണിക്കൂർ എന്ത് സംഭവിച്ച കിളി പോയിരിക്കുകയായിരുന്നു. എൻ്റെ സാറെ ഒന്നും കാണാൻ പറ്റില്ല ചുറ്റുമുള്ള. പക്ഷെ ഒരെണ്ണം അല്ല, ലൈക്ക് നമ്മൾ ഈ സാറിൻ്റെ ക്ലൈമാക്സിൽ ട്വിസ്റ്റൊക്കെ ഡ്രോപ്പ് ആകുമ്പോൾ എന്നിട്ട് 2 സെക്കൻഡ് കഴിയുമ്പോൾ ഓക്കെ കഴിഞ്ഞു, റൈറ്റ്, ദാറ്റ് വാസ് ഫിനോമിനൽ. പക്ഷെ ഇത് ഒന്നിന് പുറകെ ഒന്നായിട്ട് ആ ഡോട്ട്സ് കണക്ട് ചെയ്യുമ്പോൾ it just goes, man. That was good. That was really good. That was phenomenal. ഇതേപോലത്തെ മൂവീസ് ഉണ്ടെങ്കിൽ റെക്കമെൻഡ് ഡൗൺ ഇൻ ദ കമൻറ്റ് സെക്ഷൻ ബിലോ. വിൽ ഡു ഇറ്റ്. സ്ട്രീമിങ് ചെയ്യാൻ പ്ലാൻ ഉണ്ട്. മൂവി റിയാക്ഷൻസ് സ്ട്രീം ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. മൂവീസ് ഇട്ടിരുന്നാൽ നമുക്ക് റിയാക്ഷൻ പോലെ ഇതേപോലെ ചെയ്യാം. സ്ട്രീമിംഗ് ഉണ്ട്, അതിന് ഗെയിമിംഗ് ഒക്കെ ആയിരിക്കും ചെയ്യുക കൂടുതലും. അതിനും ഒരു ചെറിയ പ്ലാൻ ഉണ്ട്. അപ്പം അതിലെന്തെങ്കിലും ചെയ്യാൻ നിങ്ങൾക്ക് വാട്ട് ഷുഡ് ഐ ഡു എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ put in the comment section below. We'll do that as well. So thank you so much for watching this reaction. If you're watching till now, then you're one of the true ones. You're one of the OG subscribers. സബ്സ്ക്രൈബേഴ്സിൻ്റെ കൗണ്ട് കൂടുകയാണെങ്കിൽ നിങ്ങളെല്ലാം ഓർത്തിരിക്കാം. അല്ല, വെറുതെ പറഞ്ഞു കേട്ടോ. ഓക്കെ, അല്ല, ഓർത്തിരിക്കും ഞാനല്ല. Okay, that's it, guys. That's it for this video. If you do like this kind of reactions, man, you hit the thumbs up button and let YouTube know you like what you're watching. And I'll see you guys next video. Good night and goodbye. Shubha Ratri, Shubha Nidra.